വെൽക്കം ടു മൂവി ബീറ്റ്സ്. മേലെപ്പറമ്പിൽ വീട് പാർട്ട് 2. ഈ സിനിമയിൽ ഇങ്ങനെ കുറച്ച് സീനുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകുമായിരുന്നു? അതായത് ഹരികൃഷ്ണൻ പവിഴത്തിനെ കല്യാണം കഴിച്ച് തറവാട്ടിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ പവിഴം തന്റെ ഭാര്യയാണെന്ന് മറ്റുള്ളവരോട് പറയാൻ ഭയന്ന് വേലക്കാരിയായിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തും. ഇതിനിടയിൽ പുതിയ കുറച്ച് കഥാപാത്രങ്ങൾ കൂടി വന്നാലോ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ ബോംബെയിലുള്ള ബന്ധുക്കൾ ഓണം ആഘോഷിക്കാനായി തറവാട്ടിലേക്ക് വരുന്നു. അതേ തുടർന്ന് കുറച്ച് രസകരവും വിഷമിപ്പിക്കുന്നതുമായ രംഗങ്ങൾ ഉണ്ടാവുന്നു. വന്ന ബന്ധുക്കളിലെ പുരുഷന്മാർ പവിഴത്തിന്റെ പുറകെ നടക്കുന്നതും ഓണത്തിന് എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പവിഴം മാത്രം മാറി നിൽക്കുന്നതും അങ്ങനെ കുറച്ച് രംഗങ്ങൾ. അങ്ങനെ ഒരു ദിവസം അതിഥികളായി വന്ന ബന്ധുക്കളിലെ കുട്ടികളിൽ ഒരാളുടെ സ്വർണ്ണ പാദസരം കാണാതാവുകയും അത് പവിഴം മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് നരേന്ദ്രപ്രസാദിന്റെ കഥാപാത്രം പവിഴത്തിനെ കെട്ടിയിട്ട് അടിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് ജയറാമിന്റെ കഥാപാത്രം വിഷമിക്കുന്നതും അങ്ങനെ കുറച്ച് രംഗങ്ങൾ. എന്നാൽ ആ സമയത്താണ് ജയകൃഷ്ണന്റെ കാമുകിയായ, അതായത് നമ്മുടെ ജഗതി ശ്രീകുമാറിന്റെ കാമുകിയായ യശോദയ്ക്ക് കുളത്തിൽ നിന്ന് കൊലുസ് കിട്ടുന്നതും ജഗതി അത് തിരികെ കൊണ്ടുപോയി കൊടുക്കുന്നതും. ഇത് കണ്ട നരേന്ദ്രപ്രസാദിന് കുറ്റബോധം തോന്നുകയും തുടർന്ന് ബന്ധുക്കളെല്ലാം തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു സീക്വൻസ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമായിരുന്നു? എന്റെ ഭാവന സമ്മതിക്കണമല്ലേ? എന്നാൽ ഇതെന്റെ ഭാവനയല്ല കേട്ടോ. ശരിക്കും സിനിമയിൽ ഇങ്ങനൊരു സീക്വൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോംബെയിൽ നിന്ന് വന്ന കുടുംബത്തിലെ പ്രധാനിയായിട്ട് ബോബി കൊട്ടാരക്കരയാണ് അഭിനയിച്ചിരിക്കുന്നത്. എന്നാൽ സിനിമയുടെ പൂർണ്ണമായ ചിത്രീകരണത്തിന് ശേഷം സംവിധായകൻ രാജസേനൻ ആദ്യം ചിത്രം കാണിച്ചത് ഗുഡ് നൈറ്റ് മോഹനെയും സംവിധായകൻ പ്രിയദർശനെയുമായിരുന്നു. സിനിമയെക്കുറിച്ച് അവർ രണ്ടുപേരും വളരെ മികച്ച അഭിപ്രായം പറയുകയും എന്നാൽ ഒരു സജഷൻ എന്നോണം സിനിമയുടെ ലെങ്ത് ഒരു 15 മിനിറ്റ് കുറഞ്ഞിരുന്നാൽ കുറച്ചുകൂടി മികച്ചതാവും എന്നൊരു അഭിപ്രായം പറയുകയും ചെയ്തു. അങ്ങനെ 2.25 മണിക്കൂറുള്ള സിനിമ എങ്ങനെ കട്ട് ചെയ്ത് ഈ പറഞ്ഞ ഒരു രീതിയിലേക്ക് എത്തിക്കാം എന്നുള്ള ആലോചനയിൽ സംവിധായകൻ രാജസേനൻ ഈ ഒരു സീക്വൻസ് മുഴുവനായിട്ടും സിനിമയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഈ ഒരു സീക്വൻസ് പൂർണ്ണമായും സിനിമയിൽ നിന്ന് എടുത്ത് മാറ്റിയാലും സിനിമയ്ക്ക് കാര്യമായി ഒന്നും സംഭവിക്കാനില്ല. അങ്ങനെ സിനിമയുടെ ലെങ്ത് കുറയ്ക്കാനാണ് 18 മിനിറ്റോളമുള്ള ഈ പറഞ്ഞ സീനുകൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയത്. നിങ്ങളുടെ പേര് പറഞ്ഞാലോ? അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ ട്യൂൺ. താങ്ക് യു.